റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വിവാദങ്ങൾക്കിടെ ഭിന്നസ്വരം വേണ്ടെന്ന് മീഡിയ പാനലിസ്റ്റുകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു കോൺഗ്രസ്. പാർട്ടി നയങ്ങളും നിലപാടുകളും മാത്രം മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും അവതരിപ്പിച്ചാൽ മതി എന്നാണ് നിർദ്ദേശം. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാ വിഷയങ്ങളോ പൊതുവേദികളിൽ പരസ്യമായി പ്രകടിപ്പിക്കരുത്. പരസ്യ പ്രതികരണങ്ങൾ വിവാദമായതോടെയാണ് മീഡിയ ചെയർപേഴ്സണും KPCC ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസ് കത്ത് നൽകിയിരിക്കുന്നത്. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഗുഡ് മോർണിംഗ് സജു. ഇന്നലെ രാജു പി നായരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജിൻഡോ ജോണിനെയും VR അനൂപിന്റെയും കാര്യത്തിൽ അവരെ മീഡിയ പാനലിസ്റ്റ് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ചാനലുകളിലൊക്കെ വന്നിരുന്ന് VD സതീശന്റെ പ്രസ്താവനയ്ക്കെതിരെ VD സതീശൻ KSU തർക്കത്തിലൊക്കെ വ്യത്യസ്ത നിലപാടെടുത്തപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടപ്പോഴുമായിരുന്നു ആ പ്രതികരണം. ഈ പശ്ചാത്തലത്തിൽ വിവാദമുയർന്ന സാഹചര്യത്തിലാണോ ഈ പാനലിസ്റ്റുകൾക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? സജു. ഡോക്ടർ അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. മാധ്യമ പാനലിസ്റ്റുകൾ തമ്മിലുള്ള പോര് തർക്കമൊക്കെ കോൺഗ്രസിനെ തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. അതായത് മുഖ്യമന്ത്രിയുടെ KSU പരാമർശമാണ് ഏറ്റവും ഒടുവിൽ വലിയ തോതിലുള്ള പോരിലേക്ക് കാര്യങ്ങളെ നയിച്ചത്. കടുത്ത രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ജിൻഡോ ജോൺ അടക്കമുള്ളവർ, VR അനൂപ് അടക്കമുള്ളവർ ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെ അതിന് മറുപടിയും രാജു പി നായർ അടക്കമുള്ളവർ നൽകുകയും ചെയ്തു. അങ്ങനെ ഫലത്തിൽ വക്താക്കളുടെ, അതായത് മാധ്യമ വക്താക്കളുടെ ഒരു പോരായി അത് മാറുന്നു. അങ്ങനെ കോൺഗ്രസിനകത്തെ സമവാക്യങ്ങളുടെ പ്രകടനമായൊക്കെ അത് മാറുന്ന സ്ഥിതി വന്നു. ഇതിനിടെ ഒരു മാസം മുമ്പ് രാജു പി നായർ ഇതേ മീഡിയ പാനലിസ്റ്റ് ഗ്രൂപ്പിൽ ഇങ്ങനെ പരസ്യ പ്രതികരണം സംബന്ധിച്ച അതൃപ്തി പ്രകടമാക്കിയൊരു കുറിപ്പൊക്കെ പങ്കുവച്ചിരുന്നു. അത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോയതോടുകൂടിയാണ് മീഡിയ ചെയർപേഴ്സൺ അല്ലെങ്കിൽ മാധ്യമ ചുമതല KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനാണ് അവർ ഒരു മാർഗനിർദ്ദേശം അടങ്ങിയ കത്ത് പങ്കുവച്ചിരിക്കുന്നത്. അതിൽ 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളും തീരുമാനങ്ങളും മാത്രമേ മാധ്യമങ്ങളിലോ സമൂഹ മാധ്യമങ്ങളിലോ അവതരിപ്പിക്കാവൂ. അത് വളരെ കൃത്യമാണല്ലോ. അപ്പോൾ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാ വിഷയങ്ങളോ പൊതുവേദിയിൽ പരസ്യമായി പ്രകടിപ്പിക്കരുത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അവ പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ ഉന്നയിക്കുകയും സംഘടനാ സംവിധാനത്തിലൂടെ പരിഹരിക്കുകയും ചെയ്യണം. പാർട്ടിയുടെയും നേതൃത്വത്തിന്റെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, ചർച്ചകൾ, സമൂഹ മാധ്യമ പോസ്റ്റുകൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണം. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പാർട്ടിയുടെ അച്ചടക്കവും ഐക്യവും ഉത്തരവാദിത്വവും എല്ലായ്പ്പോഴും ഉയർത്തിപ്പിടിക്കണം എന്ന് തുടങ്ങി കോൺഗ്രസിൽ പൊതുവെ പതിവില്ലാത്തതാണ്. നേതാക്കൾ ഇങ്ങനെ പ്രതികരിക്കുന്ന നേതാക്കളൊക്കെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, ഇങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ വിമർശനങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന നിലപാടാണ് സ്വീകരിച്ചത്. ജിൻഡോ ജോൺ അടക്കമുള്ളവർ കടുത്ത ഭാഷയിൽ വിമർശനം അടക്കം ഉന്നയിക്കുകയും ചെയ്തു. KSUവിനെതിരായ പരാമർശം അല്ലെങ്കിൽ KSUവിനെ കുറിച്ച് നടത്തിയ ഗവൺമെന്റ് പ്ലീഡർ വിഷയത്തിലെ പരാമർശം പ്രധാനമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കടുത്ത വിമർശനം ഉന്നയിച്ചത്. ആ നിലപാടിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച KSU അധ്യക്ഷനോ അതിനുശേഷം ഈ മീഡിയ പാനലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളോ അതിൽ തന്നെ ജിൻഡോ ജോണോ വഴങ്ങിയിരുന്നില്ല. പിന്നീട് മറുപടിയുമായി നേരെ രാജു പി നായരെ പോലുള്ള ആളുകൾ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. അതൊരു വല്ലാത്ത രൂപത്തിലുള്ള വിവാദമായി കോൺഗ്രസിനകത്ത് തന്നെ അതിന്റെ ആഭ്യന്തര സമവാക്യങ്ങളെ പല രൂപത്തിൽ പുറത്തേക്ക് പ്രകടിപ്പിക്കും വിധം വളർന്നതോടുകൂടിയാണ് ഈ കാര്യത്തിൽ മീഡിയ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് മീഡിയയുടെ ചുമതലയുള്ള ദീപ്തി മേരി വർഗീസ് ഒരു കത്ത് പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ട സംഗതി തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിലടക്കം ഈ പ്രശ്നങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് ഒരു വശത്ത്. അതിനിടെ ഇതിന്റെ ഒരു ഭാവി സംബന്ധിച്ച് 2 പക്ഷം ചേർന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഒരു നവ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ തുടർച്ചയായി തന്നെ ഈ കാര്യങ്ങൾ വരുന്നു എന്ന രൂപത്തിലൊരു നരേറ്റീവ് അവതരിപ്പിക്കാനും അതല്ല നേരെ തിരിച്ച് മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയുണ്ട് എന്ന രൂപത്തിലുള്ള വിമർശനം ഉന്നയിക്കാനും ഒക്കെ ഇതിനകം തന്നെ പല നേതാക്കളും പരസ്യമായും രഹസ്യമായും നിലപാട് സ്വീകരിച്ച ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനിടെയാണ് ഏതായാലും മീഡിയ പാനലിസ്റ്റുകൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കത്ത് മീഡിയയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി പങ്കുവച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ദീപ്തി മേരി വർഗീസാണ് അങ്ങനെ ഒരു കത്ത് ഇപ്പോൾ മീഡിയ പാനലിസ്റ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. സ്വയം നിയന്ത്രിക്കണം എന്നുള്ളതാണ്.